ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഗരം മസാല ഉണ്ടാക്കാവുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബീഫിനും ചിക്കനും മുട്ടയ്ക്കും ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗരം മസാല, അല്ലേ? ഗരം മസാല ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ഗരം മസാല വീട്ടിലാണ് പൊടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാട്ടിത്തരാവേ. ഞങ്ങളുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ ഗരം മസാലയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളേ. അപ്പോൾ അതിനായിട്ട് വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം, നല്ല ജീരകം, കറുവ, ഗ്രാമ്പു, തക്കോലം, ഏലയ്ക്ക, പിന്നെ സർവ്വസുഗന്ധി, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഗരം മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി, പാനിലെ വെള്ളമയം ഒന്നും ഇല്ലാതായി ഹൈ ഫ്ലെയിമിൽ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വെക്കുമ്പോൾ ഇത് കുറച്ചധികം നാൾ കേടുകൂടാതിരിക്കുക. അതിന് വേണ്ടിയാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിക്കുന്നത്. ഇത് നല്ലപോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണേ. എന്നാന്ന് വെച്ചാൽ ഇത് കരിയാൻ പാടില്ല. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുക. അപ്പോൾ കരിയാതെ കൈ വിടാതെ ഇളക്കി കൊടുക്കണേ, ലോ ഫ്ലെയിമിലിട്ട്. ഇപ്പോൾ മസാലക്കൂട്ട് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് അതൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാർ നല്ലപോലെ തുടച്ചിട്ട് വേണേൽ ഇത് പൊടിച്ചെടുക്കാനേ. ഒരല്പം പോലും വെള്ളമയം പാടില്ലാതെ വേണേൽ പൊടിക്കാനേ. അപ്പോൾ ഞാൻ മസാലക്കൂട്ടെല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിനകത്തോ ഭരണിക്കകത്തോ ഒക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു നുള്ളു മാത്രമേ ഉള്ളൂ കറിക്കകത്തിടാവുള്ളൂ. ഇത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. ഇതൊരു നുള്ളിട്ട് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ബീഫ് കറിയുടെയും ചിക്കൻ കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന മുഖ്യ ഘടകമാണ് ഈ ഗരം മസാല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഇതുപോലെ ഒന്ന് മസാല കൂട്ടൊന്ന് പൊടിച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.